ഗൈസ്, അങ്ങനെ നമ്മൾ കാത്തിരുന്നിട്ടുള്ള ഒരു വാർത്ത വരുന്നു. അഡ്രിയാൻ ലൂണയുടെ ഒരു എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. 2025 വരെ അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷം പ്ലേ ഓഫിൽ കയറിയിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു +1 ആ ഒരു ഓപ്ഷൻ ട്രിഗർ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ട്രിഗർ ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നതാണ്. എങ്കിലും നമുക്ക് ഭയം ഉണ്ടായിരുന്നു, ലൂണ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാകുമോ? കാരണം മുമ്പത്തെ ചരിത്രങ്ങളാണ് ഭയപ്പെടുത്തിയിരുന്നത്. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്തതാണ്. അതായത് ബർത്തലോമിയോ ഒഗ്ബച്ചയ്ക്ക് ഈ സെയിം ഒരു സെനാരിയോ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ലോണിൽ മുംബൈ സിറ്റി FC പോയ കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ സംസാരിച്ചതാണ്. എന്നാൽ അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2027 വരെയുള്ള ഒരു കോൺട്രാക്ട്, അതായത് വരാൻ പോകുന്ന 3 സീസണുകളിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടൊരു ഇൻസൈഡ് നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളുമായി വരുന്ന ഒരു വാർത്തകളുണ്ട്. അതായത് എഡ്രിയാൻ ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു കോൺട്രാക്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഒരു കോൺട്രാക്ട് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്ട് കൊടുത്തിരുന്നു. പക്ഷെ ആ ഒരു കോൺട്രാക്റ്റിൽ ലൂണ അത്ര കൺവിൻസ്ഡ് അല്ലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ലോങ് ടേം ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു സമയത്ത് മുംബൈ സിറ്റി FC ഗോവ പോലെയുള്ള ക്ലബ്ബുകൾ ഒരു ലോങ് ടേം കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് നമുക്കറിയാം, ഓൾറെഡി ഫാൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിഖിലിനാണെങ്കിലും കരോളിസിനാണെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ ആ ഒരു Q&A സെഷനിലൊക്കെ ലൂണയുടെ കാര്യം എന്താകും എന്നുള്ള ഒരു ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നിരുന്നു. ഏതായാലും ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ മുമ്പൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, നമ്മൾ എപ്പോഴും ഫാൻസ് എപ്പോഴും ഡിമാൻഡിങ് ആകുക എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട്. കാരണം പലരും ഒക്കെ പറഞ്ഞു, ഇപ്പൊ ലൂണ പോയിരുന്നെങ്കിൽ നമ്മൾ ലൂണയെ കണ്ടെത്തിയില്ല, അതേപോലെ ലൂണ. പക്ഷെ ലൂണ എന്ന് പറയുന്നത് ഒരു ഐക്കണാണ്, അല്ലെങ്കിൽ ഒരു ലെജൻഡ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റുകളല്ല സംസാരിക്കുന്നത്, അദ്ദേഹം ആ ഒരു ടീമിലിടുന്ന എഫേർട്ട്, ആസ് എ പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹം കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ്, ലീഡർഷിപ്പ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ടീമും കൊതിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ്. അപ്പം ഇപ്പൊ ISL ബാക്കി ഏത് ടീമും ഒരു ലൂണയെ പോലത്തെ ഒരു പ്ലെയറെ കിട്ടാൻ ആഗ്രഹിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയറെ നമ്മൾ വിട്ടുകൊടുക്കുക എന്ന് മാത്രമല്ല, മറ്റൊരു ടീമിനൊരു അഡ്വാൻറ്റേജ് കൊടുക്കുക കൂടിയാണ് അങ്ങനെ പോയിരുന്നെങ്കിൽ സംഭവിക്കുക. ഏതായാലും അതിന് ഇടവരുത്തുന്നില്ല. സോ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് മറ്റ് ക്ലബ്ബുകൾ ഒരു ലോങ് ടേം കോൺട്രാക്റ്റും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ലൂണയ്ക്ക് ആവശ്യമായിരുന്ന ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഡീലിൽ ഒരു ലോങ് ടേം കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം ഒപ്പുവെക്കുന്നു. അങ്ങനെ ഒരു അദ്ദേഹം ഇപ്പം 32 വയസ്സായി കഴിഞ്ഞു, ഏതാണ്ട് ഒരു 35 വയസ്സ് വരെയുള്ള ഒരു കാലയളവിൽ അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന ഒരു താരം നമ്മളോടൊപ്പം ഉണ്ടാകും. ആ ഒരു എന്താ പറയാ, ഒരു പ്രഷർ, ആ ഒരു ഫാൻസിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ടീമിനുണ്ടായിരുന്ന പ്രഷർ, അത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഡീലിലേക്ക്, ഒരു ലോങ് ടേമിലുള്ള ഒരു ഡീലിലേക്ക് എത്തിക്കാൻ കാരണമായി എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇനിയിപ്പം നോവ സദോയിയുടെ ഒരു വാർത്തയെ നമുക്ക് പുറത്തേക്ക് വരേണ്ടതുണ്ട്. അപ്പം നോവ സദോയി, ലൂണ ഒരു ടോപ്പ് 2 പ്ലേയേഴ്സ് ആണ്. എന്താണെങ്കിലും ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പല തരത്തിലുള്ള ക്രിറ്റിസിസംസ് വരുമ്പോഴും ഇങ്ങനെയുള്ള ഒരു ഡീലിലേക്ക്, അതൊരു ലോങ് ടൈം ഡീലിൽ ലൂണ പോലെയുള്ള ഒരു പ്ലെയറെ എത്തിച്ചതിൽ അതിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടതുണ്ട്. ബട്ട് ഇത് പോരാ. ഇപ്പൊ നോവയുടെ സംഭവം നടന്നാലും അത് പോരാ. നമുക്ക് ഈ പറഞ്ഞതുപോലെ പൊസിഷൻ, നമ്മൾ ആഗ്രഹിക്കുന്ന പൊസിഷൻസിൽ റിക്രൂട്ട്മെന്റ്സ് വേണം, ബെറ്റർ കോച്ചസ് വേണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി എന്താണെങ്കിലും ഇപ്പൊ നമുക്ക് ലൂണ അതുപോലെ തന്നെ നോവ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു നല്ലൊരു കോംബോ തന്നെ ആയി മാറുമെന്ന് പ്രതീക്ഷിക്കും. അറ്റാക്കിങ്ങിൽ ഒരു പേടിപ്പെടുത്തുന്ന 2 പ്ലേയേഴ്സ് തന്നെയാണ്. ഇനിയിപ്പോ അറിയേണ്ടത് ദിമിയുടെ കാര്യമാണ്. ദിമിയുടെ കാര്യത്തിൽ ഇനിയും നമുക്ക് കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇപ്പം ദിമിയുടെ കാര്യത്തിൽ കരോളിസ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ഗ്രീക്കിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു പുതിയ കുട്ടി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം ഒരു ഡിസിഷനിലേക്കൊക്കെ എത്തും എന്നുള്ളതാണ്. എന്താണെങ്കിലും എനിക്ക് എന്റെ ഒരു ഗട്ട് ഫീൽ, ചിലപ്പം ഇതൊരു ലോങ് ടേം ഡീലിലായി നോവയെപ്പോ ഒരു താരത്തെ എത്തിച്ചു, ഇനി ദിമിയുടെ കാര്യത്തിൽ എന്താകും എന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷേ ദിമി കൂടി ഉണ്ടെങ്കിൽ അത് ഒരു കിടിലൻ ട്രയോ തന്നെയായിരിക്കും. ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അത് സാധ്യമാകട്ടെ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നത്. ഗൈസ്, എന്താണെങ്കിലും ഞാനിപ്പോൾ പുറത്താണുള്ളത്. അപ്പം ഇങ്ങനൊരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നു, ഒരു ലോങ് ടൈം 2027 വരെയുള്ള ഒരു ഡീലിലേക്കൊക്കെ ലൂണയുടെ എത്തുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. സോ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ കാണിക്കും. അതെന്ന് വെച്ചാൽ സനിയ.